സോ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേറെ ഒന്നുമില്ല, ഒരു അടിപൊളി ബഡ്ജറ്റായിട്ട് വരുന്ന ഒരു പോർട്രേറ്റ് ലെൻസിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു ലെൻസ് എന്ന് പറയുന്നത് യോങ്നോ 50mm 1.8 ലെൻസാണ്. അപ്പോൾ ഈ ഒരു ലെൻസ് നമുക്ക് കാനൺ മൗണ്ടിനും അതുപോലെ തന്നെ നിക്കൺ മൗണ്ടിനും അവൈലബിൾ ആണ്. നിങ്ങളൊരു ക്യാമറ മേടിച്ചു, നിങ്ങളിതിൻ്റെ ലെൻസ് പറഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്ലാൻ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ അതിന് മാത്രം ഒരു ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് വളരെ നല്ല ക്വാളിറ്റി ഇമേജസ് തരുന്ന ഒരു ലെൻസാണ് ഈ യോങ്നോയുടെ 50mm ലെൻസ്. ഞാനിപ്പോൾ ഈ ഒരു ലെൻസ് ഓൺലൈനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത് AliExpress എന്ന് പറയുന്നൊരു സൈറ്റിൽ നിന്നാണ്. എനിക്ക് ആ ഒരു സൈറ്റിൽ നിന്ന് ഏകദേശം 3500 രൂപയ്ക്ക് ഈ ഒരു ലെൻസ് കിട്ടി. നിങ്ങൾക്കിനിപ്പോൾ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലും ഈ ലെൻസ് അവൈലബിൾ ആണ്, പക്ഷേ പ്രൈസ് കുറച്ച് കൂടുതലാണ്. അതായത് ഒരു 4500 അല്ലെങ്കിൽ ഒരു 4500 തൊട്ട് 6000 എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ലെൻസ് നമുക്ക് എടുക്കുന്നത്. എന്നാലും നമുക്ക് നല്ല ക്വാളിറ്റി ഇമേജസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരുന്ന ഒരു അടിപൊളി പോർട്രേറ്റ് ലെൻസാണ് യോങ്നോയുടെ 50mm. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ റിവ്യൂവും അതുപോലെ തന്നെ ഇതിലെടുത്തിരിക്കുന്ന കുറച്ച് ഇമേജ് സാമ്പിൾസും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ലെൻസ് മേടിക്കണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ പുതിയതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഈ അധികം ഡിലേ ഇല്ലാതെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യം ഈ ലെൻസിൻ്റെ ഒരു ഫാക്ടർ നോക്കാൻ പോകുന്നത്, നമ്മൾ ഈ ഒരു 4000 അല്ലെങ്കിൽ 5000 രൂപയ്ക്ക് നമ്മൾ ഈ ഒരു ലെൻസ് മേടിക്കുമ്പോൾ നമുക്ക് ചീപ്പായിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റിയിൽ വരുന്ന ലെൻസാണോ അത്, അതായത് ആക്ച്വലി ഈ ഒരു ലെൻസ് നമുക്ക് ഡ്യൂറബിൾ ആയിട്ട് വരുന്നുണ്ടോന്നാണ്. അപ്പോൾ നമ്മൾ കാനൻ്റെ 50mm പ്രൈം ലെൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ലെൻസിന് ഫിനിഷൊക്കെ കുറച്ച് കുറവാണ്. അതായത് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ബിൽഡാണ്. കാനൺ 50mm ലെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി സോളിഡ് ആയിട്ടൊരു മെറ്റൽ ബിൽഡാണ് നമുക്ക് വരുന്നത്. പിന്നെ സൈസ് വൈസും നമ്മുടെ കാനൻ്റെ 50mm പ്രൈം ലെൻസ് കുറച്ച് ചെറുതാണ്. ഇവിടെ നമുക്കൊരു പൊടിക്ക് വലുപ്പമുണ്ട്, അന്നേരം നമുക്ക് ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ലെൻസ് തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ യോങ്നോ ലെൻസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത് ചെറിയൊരു ലെൻസാണ്. അതുപോലെ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഈ പ്ലാസ്റ്റിക് ബിൽഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഒരു ലെൻസാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 50mm ഫോക്കൽ ലെങ്ത്തിലാണ് ഈ ലെൻസ് അവൈലബിൾ ആയിരിക്കുന്നത്. ഫിക്സ്ഡ് ഫോക്കൽ ലെങ്ത് ആണ്, ഒരു പ്രൈം ലെൻസാണ്. 1.8 വരെ നമുക്ക് വൈഡ് ആയിട്ടുള്ള ഒരു അപ്പർച്ചറോടെ കിട്ടുന്നുണ്ട്. അപ്പോൾ 1.8 എന്ന് പറയുമ്പോൾ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു അപ്പർച്ചറാണ്. നമുക്ക് ലോ ലൈറ്റ് പെർഫോമൻസ് ഈ ഒരു ലെൻസ് വെച്ചിട്ട് അടിപൊളിയാണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബൊക്കെ നമുക്ക് ഈ ഒരു ലെൻസ് വെച്ചിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ കിട്ടും. അതായത് നിങ്ങളിപ്പോൾ ഒരു ക്യാമറയും കിറ്റ് ലെൻസും മേടിച്ചു, നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് അത്രയും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന DSLR എടുക്കുന്ന ആ ഒരു ബൊക്കെ അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മേടിക്കാൻ പറ്റിയ ഒരു ലെൻസാണ് ഈ ലെൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് ഈ ഒരു ലെൻസിൻ്റെ അടിപൊളിയാണ്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കുറച്ച് ലോ ലൈറ്റ് ഫോട്ടോ സാമ്പിൾസ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു ലെൻസ് പെയർ ചെയ്തിരിക്കുന്നത് കാനൺ 700 എന്ന് പറയുന്ന ഒരു എൻട്രി ലെവൽ ക്യാമറ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ISO റേഞ്ചൊക്കെ നിങ്ങൾക്ക് അറിയാം, അത്രയും വലിയൊരു ISO റേഞ്ച് ഉണ്ടാവില്ല. എന്നിട്ട് നിങ്ങൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജസ് എല്ലാം ലോ ലൈറ്റിൽ അത്യാവശ്യം തന്നെ ഷാർപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് നോയ്സും കാര്യങ്ങളൊന്നും ഇതിലൊക്കെ വരുന്നില്ല. അപ്പോൾ ഇമേജ് ക്വാളിറ്റി വൈസ് നമ്മൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ലൈറ്റിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഇമേജസ് തരുന്ന ഒരു ലെൻസാണ് ഈ യോങ്നോ 50mm എന്ന് പറയുന്ന ഈ ലെൻസ്. ഇനി നമ്മൾ ഡേ ലൈറ്റ് കണ്ടീഷൻസ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ബൊക്കെ നമുക്ക് ഈ ഒരു ലെൻസ് വഴി കിട്ടും. ഇനി അതല്ല, നിങ്ങൾ കുറച്ച് വൈഡ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണെങ്കിലും നമുക്ക് ഷാർപ്നെസ്സിൽ പറയത്തക്ക ഒരു ഫോള് വരുന്നില്ല. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഷാർപ്നെസ് കിട്ടുന്നുണ്ട്. എങ്ങനെ നമ്മൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ലെൻസുകൾ വെച്ച് കമ്പയർ ചെയ്തത് ഇതിൻ്റെ ഒരു പ്രൈസിന് നമ്മൾ നോക്കുമ്പോൾ, അതായത് 5000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ലെൻസിന് ഇതിൻ്റെ ഒരു ക്വാളിറ്റി നോക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ലെൻസ് തന്നെയാണിത്. അപ്പോൾ ഇനി ഇതിൻ്റെ കുറച്ച് ഡ്രോബാക്സ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ബിൽഡാണ്. നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു ലെൻസാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഓട്ടോ ഫോക്കസിങ് സിസ്റ്റമാണ്. അപ്പോൾ നിങ്ങൾ മാനുവലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ലെങ്കിൽ ഓട്ടോ ഫോക്കസ് കുറച്ച് പണിയാണ്. അതായത് നമ്മൾ ലൈവ് വ്യൂവിലിട്ട് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ഇതിൻ്റെ ഓട്ടോ ഫോക്കസ് ഓൾമോസ്റ്റ് നമുക്ക് അത്രയും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. പക്ഷേ നമ്മൾ ഈ ലൈവ് വ്യൂവിൽ നിന്ന് നമ്മൾ വ്യൂ ഫൈൻഡറിലോട്ട് സ്വിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇംപ്രസ്ഡ് ആവും. കാരണം അത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഓട്ടോ ഫോക്കസ്, ഞാൻ പറയാൻ ചാനൽ കാനൺ 700D വെച്ചിട്ട് തന്നെ ഓട്ടോ ഫോക്കസ് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ ഓട്ടോ ഫോക്കസ് വ്യൂ ഫൈൻഡർ വഴി നോക്കും സൂപ്പർ ആയിരിക്കും. പക്ഷെ നമ്മൾ ആ ലൈവ് വ്യൂയിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ക്യാമറയുടെ സ്ക്രീനിൽ നോക്കി നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഫോക്കസിങ് കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട് ഓട്ടോ ഫോക്കസിങ് ചെയ്യുന്ന സമയത്ത്. പിന്നത്തെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ റിയൽ ടൈം ഓഡിയോ ആണ് നിങ്ങൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെൻസ് ഓട്ടോ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഒരു വിയേർഡ് ശബ്ദം വരുന്നുണ്ട്. അതായത് ആ മെഷീൻ തിരിയുന്ന ഒരു നോയ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റിയൽ ടൈം ആയിട്ടല്ല ഓഡിയോ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ വ്യൂ ഫൈൻഡറിൽ വെച്ച്
നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല ഓട്ടോ ഫോക്കസിങ് സ്പീഡ് കിട്ടുന്നത്. പക്ഷേ നമുക്ക് എല്ലാ ഫോട്ടോസും നമുക്ക് വ്യൂ ഫൈൻഡർ വഴി നോക്കിയെടുക്കാനായിട്ട് പറ്റില്ല. ഉദാഹരണം നമുക്കൊരു ടോപ്പ് ഡൗൺ, അതായത് നമ്മൾ മുകളിൽ നിന്ന് താഴത്തോട്ടൊരു ഫോട്ടോ എടുക്കുകയാണ്, അതല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു ആംഗിൾ നമ്മുടെ ഐ ലെവലിൽ നിന്നല്ലാതെ നമ്മൾ താഴെ നിന്നൊരു ഫോട്ടോ എടുക്കുകയാണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആക്ച്വലി ഈ ഒരു വ്യൂ ഫൈൻഡർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ മാനുവൽ ഫോക്കസുകൾ നിങ്ങൾ ഓക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെൻസ് നിങ്ങൾക്ക് നല്ല ഓപ്ഷനാണ്. അപ്പോൾ മാനുവൽ ഫോക്കസും അതുപോലെ തന്നെ ഫോക്കസ് സ്പീക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഫോക്കസ് മിസ് ചെയ്യാതെ നിങ്ങൾക്ക് നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡേ ലൈറ്റിലായാലും നമുക്ക് നല്ല ഷാർപ്നെസ് വരുന്ന ഒരു ലെൻസ് തന്നെയാണ്. ലോ ലൈറ്റിലായാലും നമുക്ക് ഇംപ്രസീവ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്. നിങ്ങളൊരു കിറ്റ് ലെൻസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങൾ എന്തായാലും ഈ ഒരു ലെൻസിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ഞെട്ടിയിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലെൻസ് നിങ്ങൾ മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് റിവ്യൂ നിങ്ങൾക്ക് കാണണമെങ്കിൽ അതും നമ്മുടെ ചാനൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്കിനി പുതിയൊരു വീഡിയോയിൽ ഇനി കാണാം. അതുവരെ ബൈ, പീസ്.